പ്രേമിക്കുന്നവർക്കല്ലേ വേർപാടിന്റെ വേദന അറിയൂ. മണി ആ ടവലിംഗ് തരൂ. കുറച്ച് താമസിക്കും. തോർത്തിക്കോളൂ. ക്യാമറ ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ സാർ. ആസ്ട്രേലിയയാണ്. അപ്പൊ പകുതി പാട്ട് ഇവിടെയും പകുതി പാട്ട് അവിടെയും വെക്കേ. രണ്ട് രാജ്യം കാണാമല്ലോ. സാറ് കണ്ടു കട്ടി സാറേ. മൈദിലൂടെ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നത്? കേറിയ വണ്ടി അങ്ങോട്ട് പോകും. ചെറിയൊരു കോൾഡ്. ഷൂട്ടിംഗ് നാളെ വെക്കാം. പുറപ്പെട്ടോളൂ. ആ കയറിക്കോളൂ. റൈറ്റ്. സാർ അവിടെ പോയതാ? കോൾഡ് പിടിച്ച്. ചെറുതായിട്ടല്ലേ ഉള്ളൂ. നിനക്ക് കോൾഡ് പിടിച്ചാ മൂക്ക് ചീറ്റിക്കൊണ്ട് ജോലി നോക്കണം. ഇത് ഹീറോയുടെ കോൾഡ്. എല്ലാം സഹിച്ചേ പറ്റൂ. ആ നിങ്ങൾ വയ്ക്കോ. എക്സ്ക്യൂസ് മീ, നിങ്ങളോട് തനിയെ കുറച്ച് സംസാരിക്കണം. എന്നോട്? ആ, ഒരു മിനിറ്റ് മതി, വന്നേ. വിശ്വസിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇനി നീയും മൈഥിലി ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ തന്നെയും നിയമപ്രകാരം അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അത് അവളുടെ ഭാവി ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് ശരി, ഞാനിപ്പോൾ എന്ത് വേണം? വിവാഹമോചനം അവൾ ആവശ്യപ്പെടുന്നു. നീ ഇതിലൊരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ആദ്യം മൈഥിലിയുടെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പറ. എല്ലാം ഒരുപോലല്ലേ, നീ ഇതിലൊരു ഒപ്പിടണം, അത്രയല്ലേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അവള് ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയാണെങ്കിൽ ഞാൻ ഒപ്പിട്ടില്ല. അവളോ എന്തോ അവള് അവിടെ ജീവിതം നശിപ്പിക്കുന്ന പോലെ അവിടെ സ്വത്ത് കൈക്കലാക്കാൻ നോക്കുന്നോ? അറിയത്തില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നേരാ കാണിച്ചാൽ തന്നെ അറിയില്ല. അവനെന്നെ അറിയില്ല. അഭിനയിക്കാനൊന്നും പറഞ്ഞു വരും. ഒരു ഡയലോഗ് കൊടുത്താലോ? സന്താനം മെഗാസ്റ്റാറിന് വേണ്ടി എന്തോ കഥ എഴുതിയെന്ന് കേട്ടല്ലോ. താനും പറഞ്ഞല്ലേ? സഹോദര ഒന്നങ്ങോട്ട് മാറി. അല്ല, കഥ ലീക്കാവേ. ഔട്ട്ലൈൻ പറയാം. ഫുൾ യൂത്താ. പ്രണയം ഒറ്റ ഷോട്ട്. മലയാള സിനിമ ഇൻഡസ്ട്രി കിട്ടുകിട്ടാ പറക്കും. ദിലീപ് ലാലിന്റെ പുറകിൽ നിൽക്കുന്ന ശ്രേയ പുറകിൽ നിന്നുകൊണ്ട് പ്രേമിക്കുന്നു. ദിലീപ് ലാൽ പതുക്കെ തിരിയുന്നു. തീപാറുന്ന നോട്ടത്തിൽ അവൾ ഉരുകി വീഴുന്നു. അവൾ അടുത്തു വരുന്നു. ഒറ്റ ഷോട്ട്. മുഖത്തോട് മുഖം, ചുണ്ടോട് ചുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ദിലീപ് ചുണ്ടിൽ കടിക്കുന്നു. ആ പെണ്ണാണെങ്കിൽ ഓക്കേ. ഇതിന് ശ്രേയ സമ്മതിക്കോ? സാറിന്റെ ചുണ്ട് സാറ് കടിക്കുന്നു, ഇതിന് ശ്രേയ എന്തിനു സമ്മതിക്കണം? ഇത് ആർട്ട് ഫിലിം പോലെ ഉണ്ടല്ലേ. ഒരു 5 വർഷം ഇതങ്ങോട്ട് ഡെവലപ്പ് ചെയ്യേ. അപ്പൊ ഡേറ്റ് തരാം. ഇനി പ്രസാദ് ലാബി കൊണ്ടുപോയാൽ മതി. മേലനങ്ങി വല്ലതും ചെയ്യടേ. പിച്ചക്കാരൻ നീ ഇങ്ങോട്ട് വാടാ. ഈ കഥ ലീക്കാവുമെന്ന്. സന്താനം വരുന്നുണ്ട്. എന്തായോ എന്തോ. എന്തായി സന്താനം? ദിലീപ് സാറ് വരുമോ ഇല്ലയോ? ഇത് അടുത്ത പ്രശ്നം. എന്താ? മുസ്തഫ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അവനെങ്ങനെ എന്റെ കരണത്തടിക്കുമെന്ന് പറഞ്ഞ് സീൻ പേപ്പർ കീറിക്കളഞ്ഞു. അതുകൊണ്ട് അവനെ അടിക്കാൻ അമിതാഭ് ബച്ചൻ വരണോ? നമ്മൾ എത്ര കോംപ്രമൈസ് ചെയ്തു. പടം തീരാൻ പോവല്ലേ, എങ്ങനെയെങ്കിലും പടം തീർക്കാൻ സ്ഥലത്തെ. ശരി, നോക്കാം. നോ 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 നോ. ഈ കൂൾ ഡ്രിങ്ക്സ്, കാർ, ബൈക്ക് ഇതുപോലുള്ള പരസ്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഇൻഫാക്ട് ഇപ്പൊ തന്നെ കുടിക്കാനുള്ള വെള്ളം, പ്യൂർ ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെയുള്ള ഒരു ആഡ് ഞാനിപ്പോ ചെയ്തേ. വെള്ളവും രാഷ്ട്രീയവും ആണ് ഇപ്പൊ പ്രധാന വിഷയം. അത് നല്ലവണ്ണം മനസ്സിലാക്കിയതാണ് മെഗാസ്റ്റാർ. വെരി ഗുഡ്. അപ്പൊ ഒരു മാറ്റവും ഇല്ല. ഇനി അതുപോലുള്ള പടത്തിലെല്ലാം ദിലീപ് സാർ അഭിനയിക്കും. അത് ഞാൻ എന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. 2010 മുതൽ നല്ല സമയമാണെന്ന് ജോത്സ്യര് പണിക്കര് പറഞ്ഞിട്ടുണ്ട്. You should have a vision. Vision? പ്രഭാസുമൻ. ഓക്കെ, ശരി, ഞാൻ ദിലീപ് സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ഇൻഡസ്ട്രിയൽ ലിസ്റ്റ് എല്ലാം ഓക്കെയാ. നിങ്ങളൊരു പാർട്ടിയും കൂടെ ആരംഭിച്ച കോടിക്കണക്കിന് ഇങ്ങോട്ട് പോരും. സാറേ, എന്താ സന്താനോ? സാറ് റെഡിയാണെങ്കിൽ എല്ലാരും റെഡിയാ. സീനൊക്കെ തരൂ. സന്താനോ സാറേ, ഇതില് ഹീറോയുടെ അച്ഛൻ ചിട്ടി ഫണ്ട് നടത്തി പൊട്ടിയിട്ട് അവസാനം വട്ടായി പോകുന്ന സീനില്ലേ? അതെ സാറേ. അതില് ഹീറോയിൻ തനിക്ക് ആരും ഇല്ലാന്ന് പറഞ്ഞ് കരയുമ്പോ കൂനുമ്മേ കുരു വന്ന പോലെ നായകൻ വന്ന് തന്നെ മറക്കണമെന്ന് പറയുന്നു. ഞാനെന്താ ഈ പടത്തിൽ വില്ലനാണോ? എന്താടാ കഥയും വായിക്കാൻ പറഞ്ഞല്ലേ ഞാൻ? സാറേ, ഇത് നമ്മളോട് പറഞ്ഞ കഥയല്ല. ഇവര് മൊത്തം കഥയും മാറ്റിയിരിക്കുക. നമ്മൾ പറഞ്ഞ അവര് കേക്കില്ല സാറേ. ഞാൻ എന്താ ചെയ്യാ? ദിലീപ് സാറിന്റെ ആരാധകരുള്ള സ്ത്രീകളാ. ഇങ്ങനെ ഒരു പടമെടുത്ത് അവരുടെ കാര്യത്തിൽ പറയാവോ? സാറേ, ഈ ഒന്നും പറയണ്ട.
ഇനി മുതൽ എടുക്കാൻ പോകുന്ന സീനും ക്ലൈമാക്സും എന്നെ വന്ന് വായിച്ച് കേൾപ്പിക്കണം. അപ്പൊ മതി ഷൂട്ടിംഗ്. Correct. പോയി നിന്നെ ഡയറക്ടറോട് പറയും. ബാക്കപ്പ്. അവനെ പോലെ പോയി ചാകണം. ജയിച്ചു കൊടുക്കരുത്. Useless. സിനിമയിൽ ഹീറോ ആണെങ്കിൽ പേരിന്റെ കൂടെ ലാലെന്ന് ചേർക്കണം. പാർട്ടി ആരംഭിക്കണമെങ്കിൽ ആളെ ചേർക്കണം. എന്തായാലും ഒരു കാര്യം വിജയിച്ചല്ലോ, അത് മതി. കറക്റ്റ്. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ കെട്ടുന്നത് കുടുംബവും കുഞ്ഞുങ്ങളും ഒന്നും ശരിയാകല്ല. ഇനി നിങ്ങൾ അഭിനയിക്കാൻ പോണ പടത്തിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത്, പട്ടാളത്തെ രക്ഷിക്കുന്നത്, അത് മാത്രമല്ല ഈ പാകിസ്ഥാൻ പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം. ആ, ആ അഭിനയശേഷി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇൻഫാക്ട് അടുത്ത പടത്തില് ചൈനയെ പറ്റിയുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നുണ്ട് അല്ലേ? ആ ശരിയാ. ചൈനയിലേക്ക് സാർ നേരിട്ട് ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ ഒഴിവാകുകയും ചെയ്യും. Come in. എടോ ഏ? താ മേലെ കയറി ഇരിക്ക്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. സോറി ബോസ്, ഒരു 10 minutes. ഓക്കെ. ആ ശരി, അത് വായിക്കേ. ആദ്യമേ പറഞ്ഞ കഥയാണ് ഞാൻ ഇതുവരെ ചെയ്തത്. ഒന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ എന്റെ ഇമേജിനെ പറ്റിയ രീതിയിൽ കഥ വേണമെങ്കിൽ ഒന്ന് മാറ്റാമല്ലോ. പടം തീരാൻ പോകുന്ന ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയ ഇതുവരെ എടുത്തെല്ലാം തിരുത്തേണ്ടി വരും. ഞാൻ തിരുത്തേണ്ട കാര്യമില്ല. അത് ആർക്ക് വേണമെങ്കിലും തിരുത്താവുന്നതേ ഉള്ളൂ. അവസാനം തിയേറ്റർ ഓപ്പറേറ്ററിനെ വെട്ടി കളയുന്നുണ്ടല്ലോ. ഈ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്തവർക്ക് ഈ കഥ വെട്ടിത്തിരുത്താൻ യാതൊരു അധികാരവുമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ പടം എടുക്കാൻ നീ ഡയറക്ടറാന്ന് തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല സർ. നിങ്ങളെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. സോറി ബോസ്, 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 നിങ്ങൾ അവിടെ ഇരിക്ക്, നിങ്ങൾ അവിടെ ഇരിക്ക്. എന്താടാ നീ സിനിമയിലെ വലിയ പുള്ളിയാണോ? ആരാന്നറിയാതെ നീ എന്താ സംസാരിക്കുന്നത്? കുട്ടപ്പൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഡാ, സൂക്ഷിച്ച് സംസാരിക്കാൻ നീ ഒന്നും വളർന്നിട്ടില്ലടാ. ഹോളിവുഡ് ആക്ടിങ് അഭിനയിക്കാൻ അറിയില്ല, ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞ ആക്ടേഴ്സിനെ കളിയാക്കുക. നീയാണോ ക്യാമറ കണ്ടുപിടിച്ചത്, അതോ പ്രൊജക്ടർ കണ്ടുപിടിച്ചോ? എന്താ കണ്ടുപിടിച്ചത്? സ്വന്തമായി ആലോചിച്ച് എഴുതാനുള്ള ഒരു യോഗ്യതയില്ലാത്ത DVD ലോകത്തില്ലെങ്കിൽ പകുതി പേര് ഡയറക്ടർ ആവില്ല. കേട്ടോ, എന്റെ നാട്ടില് ഓവർ ആക്ടിങ് ചെയ്താലും അഭിനയിക്കാൻ അറിയാതെ നിന്നാലും നടൻ തന്നെയാണ്. അറിയോ നിനക്ക്? സൂപ്പർ. നീ എപ്പോഴാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? നീ ഒന്നോർത്തോ, ഞാനില്ലാതെ നിനക്ക് ഈ പടം ചെയ്യാൻ പറ്റില്ല. ഞാനൊന്ന് മനസ്സ് വെച്ച നിന്റെ സാന്നിധ്യമില്ലാതെ ഈ പടം ഞാൻ എടുത്ത് തീർക്കും. ഈ സ്റ്റാർട്ടും കട്ടൊക്കെ എനിക്ക് പറയാനല്ലോ. ഇത് കേട്ടോ, നീ ഇന്നും ആരും അറിയാത്ത ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയാ. ഞാൻ എല്ലാവരും അറിയുന്നവൻ. പോടാ പുറത്ത് പോ. തൃക്കണ്ണ തുറക്കുന്നത് കാണാനല്ല ശർമ്മേ, ഭസ്മമാക്കാനാ. അയ്യോ, സാർ, ഡയറക്ടർ സാർ, ദിലീപ് സാർ ചെന്നൈക്ക് പോയി. ചെന്നൈ പോയിന്നോ? എന്നോട് ക്ഷമിക്കണം സാർ. ശരത്ത് ഡയറക്ട് ചെയ്താൽ ഞാൻ അഭിനയിക്കില്ല. ഞാൻ പറയുന്ന ഡയറക്ടറെ വെച്ച് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയാലേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി സാർ. ചെന്നൈയിലേക്കാ സാർ പോയത്. പ്രൊഡ്യൂസർക്ക് ദേഷ്യം വന്ന് എല്ലാം പാക്കപ്പ് ചെയ്തിട്ട് പോന്നോളാൻ പറഞ്ഞു സാർ. ഉള്ളതാണോ? Come in. മുസ്തഫ, ഷൂട്ടിംഗ് നിർത്തിവെച്ചു മൈഥിലി. ശരത്ത് ഡയറക്റ്റ് ചെയ്ത അവൻ അഭിനയിക്കില്ലെന്ന് കുട്ടപ്പൻ തിരിച്ചുപോയി. അതെന്താ? അറിയില്ല, വേറെ ഡയറക്ടർ വെച്ച് പടം തീർക്കാൻ പോവാ. എല്ലാവരും അതാ പറയണ. ശരത്ത് അവിടെ? നാട്ടിലേക്ക് പോയി. നീ ഡൈവേഴ്സ് ചോദിച്ചെന്നും പറഞ്ഞ് നിന്റെ ചേട്ടൻ ഒപ്പിട്ട് തരാൻ പറഞ്ഞിരിക്കുക. മൈഥിലി ഒപ്പിടട്ടെ, എന്നിട്ട് ഞാനിടാന്നാ പറഞ്ഞത്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അവന്റെ കുത്തിരി പിടിച്ച് അടിക്കാൻ തുടങ്ങി. നാണം കെടുത്തി കളഞ്ഞു മൈഥിലി. ഇതൊക്കെ എന്താ എന്നോട് പറയാതിരുന്നത്? ഇതൊക്കെ ശരത്ത് പിന്നീട് എന്നോട് പറഞ്ഞത്.
ഞാൻ സ്വപ്നം കണ്ട എൻ്റെ ജീവിതം തകർന്നതുപോലെ എൻ്റെ സിനിമയും തകർന്നു. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. എങ്ങനെ പറയണമെന്നറിയില്ല. എന്നോടൊരു വാക്ക് പറയാതെ നീ പോയി. ഡിവോഴ്സ് ആവശ്യപ്പെട്ട് നിന്റെ ചേട്ടൻ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താലൊന്ന് ആലോചിച്ചു പോയി ഒരു നിമിഷം. പക്ഷെ ഒപ്പിട്ടില്ല. നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഒപ്പിടാം. ഒപ്പിട്ട് കൊടുത്ത ഞാൻ ജീവനോടിരിക്കില്ല.